സോഷ്യൽ മീഡിയയിലും പരസ്യങ്ങളിലും ഒക്കെ നമ്മൾ പലതരത്തിലുള്ള ടോണറുകളുടെയും അതുപോലെ ക്രീംസിൻ്റെയും ഒക്കെ കാണാറുണ്ട്. അതിലൊന്നാണ് ഗ്ലൈക്കോളിക് ആസിഡ്. മറ്റൊരാൾ ഉപയോഗിച്ച് അവർക്കതിൽ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടിയെന്ന് അറിയുമ്പോഴാണ് നമ്മളിൽ പലരും അങ്ങനെയുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങി യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്യുന്ന പല പ്രോഡക്റ്റ്സും എല്ലാവർക്കും ഒരുപോലെ മാച്ച് ആവണമെന്നില്ല. അതുപോലെ ഈ ഓരോ പ്രോഡക്റ്റ്സും എന്തിനാണ് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാതെ വാങ്ങി ഉപയോഗിക്കാനും പാടില്ല. ഗ്ലൈക്കോളിക് ആസിഡ് എന്താണ്, അല്ലെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള ആൽഫ ഹൈഡ്രോക്സി ആസിഡാണ് ഗ്ലൈക്കോളിക് ആസിഡ്. നമ്മളിതിനെ AHA എന്നും പറയാറുണ്ട്. സ്കിൻ കെയർ പ്രൊഡക്ട്സിൽ AHAകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഗ്ലൈക്കോളിക് ആസിഡ്. നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഫൈൻ ലൈൻസ് ട്രീറ്റ് ചെയ്യാനും നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ ഒന്ന് മെച്ചപ്പെടുത്തുന്നതിനും മറ്റ് ആൻറ്റി ഏജിങ് ഉപയോഗങ്ങൾക്കുമൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു AHA ആണ് ഗ്ലൈക്കോളിക് ആസിഡ്. ചില ഫ്രൂട്ട്സിലും ബീട്രൂട്ട്, കരിമ്പ് എന്നിവയിലൊക്കെ സ്വാഭാവികമായിട്ട് കാണപ്പെടുന്ന ഒരു കോമ്പൗണ്ടാണ് ഗ്ലൈക്കോളിക് ആസിഡ്. കോസ്മെറ്റിക്, ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ പലപ്പോഴും ഈ ഒരു കോമ്പൗണ്ട് വിവിധ തരത്തിലുള്ള സ്കിൻ പ്രോബ്ലംസിന് ചികിത്സിക്കുന്നതിനായിട്ട് അവരുടെ പ്രൊഡക്ട്സിലേക്ക് ഉൾപ്പെടുത്താറുണ്ട്. ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ സ്ട്രക്ചർ തീരെ ചെറുതായതിനാൽ തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് ആഴത്തിലിറങ്ങി ചെന്ന് പ്രവർത്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഗ്ലൈക്കോളിക് ആസിഡ് നമുക്ക് പല ഫോംസിലും ലഭ്യമാണ്. നമുക്ക് ഫേസ് വാഷ് ആയിട്ടും ലോഷനുകളായിട്ടും സെറംസ് ആയിട്ടും സ്കിൻ കെയർ പാർട്സ് ആയിട്ടും ഒക്കെ നമുക്കിത് ലഭ്യമാണ്. നിങ്ങൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഇതെന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്കിന്നിൽ ചെറിയൊരളവിലെടുത്തൊന്ന് ഉപയോഗിച്ച് നോക്കുക. അല്ലെങ്കിൽ നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് ഇത് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആണോ എന്ന് നോക്കിയിട്ട് മാത്രമേ ഇത് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. അങ്ങനെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സ്ഥിരമായിട്ട് നിങ്ങളുടെ സ്കിൻ കെയർ റൂട്ടീനിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഫൈൻ ലൈൻസും അതുപോലെ ചുളിവുകളും ഒക്കെ കുറയ്ക്കാനായിട്ട് ഗ്ലൈക്കോളിക് ആസിഡ് നമ്മളെ സഹായിക്കും. മാത്രമല്ല നമ്മുടെ സ്കിന്നിൽ ഡ്രൈ ആവാതെ നമ്മുടെ സ്കിന്നെ മോയ്സ്ചറൈസ് ചെയ്ത് നിർത്താനായിട്ടും ഇത് സഹായിക്കും. ഗ്ലൈക്കോളിക് ആസിഡ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ, പ്രത്യേകിച്ച് ഈ പ്രായമാകുന്ന സമയത്തുണ്ടാകുന്ന ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ ഇല്ലാതാവാനായിട്ട് ഇത് സഹായിക്കും. മുഖക്കുരുവൊക്കെ സ്ഥിരമായിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ള ബെസ്റ്റ് ഓപ്ഷൻ തന്നെയായിരിക്കും ഗ്ലൈക്കോളിക് ആസിഡ്. കാരണം ഇത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഓപ്പൺ പോർസ് ഒക്കെ അടയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഡെഡ് സെൽസിനെയൊക്കെ റിമൂവ് ചെയ്യാനായിട്ടും ഒക്കെ ഇത് സഹായിക്കും. ഇത്രയൊക്കെ പോസിറ്റീവായിട്ടുള്ളൊരു സൈഡ് ഉണ്ടെങ്കിൽ പോലും ചിലരിൽ ഇത് നെഗറ്റീവ് ഇഫക്ട്സ് കാണിക്കാറുണ്ട്. വീക്കം, ചൊറിച്ചിൽ, ബേണിംഗ് സെൻസേഷൻ പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ചിലരിൽ ഇതുണ്ടാക്കാറുണ്ട്. സാധാരണയായിട്ട് കോമ്പിനേഷൻ സ്കിന്നോ അല്ലെങ്കിൽ എണ്ണമയമുള്ള തരം സ്കിൻ ടൈപ്പ് ഒക്കെ ഉള്ളവർക്കാണ് ഇത് മികച്ചത്. ഡ്രൈ സ്കിൻ ഉള്ളവർക്കോ അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഗ്ലൈക്കോളിക് ആസിഡ് അവർക്ക് വളരെയധികം സ്കിന്നിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് തന്നെ ഉപയോഗിക്കും മുമ്പ് മറ്റൊരാൾക്ക് അത് ആപ്റ്റായി എന്നുള്ളത് നോക്കാതെ നമുക്കത് സ്യൂട്ടബിൾ ആവുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം ഉപയോഗിച്ച് തുടങ്ങുക.